പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 16-ാം നിയമസഭയിലേക്കുള്ള കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPM-ൽ വൻ പൊട്ടിത്തെറി നടക്കുകയും ആ പൊട്ടിത്തെറിയിൽ ഖേദിനായി പുറത്തേക്ക് പോയ ചില നേതാക്കളും ഉണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുപ്പിൽ മറുചേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിജയിച്ച സഭയിലെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ, CPM-ലെ നേരത്തെ CPM മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്ന ജി സുധാകരന്റെ മുന്നിലേക്കാണ് സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തേണ്ടത്. അദ്ദേഹം ജി സുധാകരന്റെ മുന്നിലേക്ക് എത്തുമോ, അതോ സ്പീക്കർ സ്ഥിരമായ ശേഷം അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തുമോ, ഇന്ന് വരുമോ, എങ്ങനെയായിരിക്കും എന്നതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളും ആകാംക്ഷയും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയൻ എന്നതിൽ ഒരു തർക്കവും ഇന്ന് പറയില്ല. 16-ാം കേരള നിയമസഭയിലെ വിസ്മയ കാഴ്ചയായിരുന്നു എല്ലാ രാഷ്ട്രീയ സൗഹൃദങ്ങളെയും കോർത്തിണക്കിയിട്ടുള്ള രാഷ്ട്രീയ വൈരമില്ലാത്ത ഒരു സൗഹൃദ ഹസ്തദാനം. സഭയിലെ ഏറ്റവും വലിയ കൗതുക കാഴ്ചയായിരുന്നു ഇന്ന് പിണറായി വിജയൻ സുധാകരൻ കൂടിക്കാഴ്ച. രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള പ്രമാണം അടിവരയിടുന്ന കാഴ്ചകൾക്കാണ് 16-ാം കേരള നിയമസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തോട് പിണങ്ങി പാർട്ടിക്ക് പുറത്തു പോവുകയും പിന്നീട് ജനവിധിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോ പ്രോട്ടേം സ്പീക്കറായി എത്തുകയും ചെയ്ത ജി സുധാകരന്റെ മുന്നിലേക്കാണ് സഗൗരവം സഖാവ് പിണറായി വിജയൻ നടന്നെടുക്കുന്നത്. സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യാൻ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ നിമിഷം ഒടുവിൽ സഭയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൗഹൃദ കാഴ്ചയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ഏത് വിധത്തിലാണ് സഖാവ് പിണറായി വിജയൻ എന്ന്. അത്തരത്തിൽ ഗൗരവം വിടാത്ത, ഗൗരവതരമായി പ്രവർത്തിച്ചു പറഞ്ഞു എന്ന അർത്ഥത്തിൽ ഒരുപാട് ചീത്തപ്പേര് കേട്ട ആ ഗൗരവക്കാരന്റെ ഡൈസിലേക്കുള്ള മാസ് എൻട്രി ആയിരുന്നു നമ്മൾ കണ്ടത്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായി പിണറായി വിജയന്റെ പേര് സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചപ്പോൾ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിറഞ്ഞ കയ്യടികളോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. തന്റെ പതിവ് ഗൗരവത്തോടെയും എന്നാൽ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഡയസിലേക്ക് നടന്നു കയറിയ പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലെത്തിയപ്പോൾ രണ്ട് കൈകളും കൂപ്പി വിനയപൂർവ്വം അഭിവാദ്യം ചെയ്തു. ആകാംക്ഷകൾക്ക് വിരാമം, ചിരിയോടെ ഒരു ഹസ്തദാനം. പാർട്ടിക്കുള്ളിലെ പഴയ പിണക്കങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്തെ വാക്പോരുകളും ഓർത്ത് ഇരുവരും മുഖം തിരിക്കുമോ എന്ന് സഭയിലുണ്ടായിരുന്നവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരുന്നവരും ഒരുപോലെ ആകാംക്ഷഭരിതരായി നോക്കിയിരുന്ന നിമിഷം ഒട്ടും മടി കൂടാതെ നിറഞ്ഞ ചിരിയോടെ സുധാകരൻ ആ കൈകളിൽ പിടിച്ചപ്പോൾ സഭയിൽ വീണ്ടും കയ്യടികൾ ഉയർന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിപരമായ മാന്യതയും ഭരണഘടനാ പദവികളോടുള്ള ബഹുമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ മാതൃകയാണ് സഖാവ് പിണറായി വിജയൻ അവിടെ പ്രകടിപ്പിച്ചത്. തന്റെ പതിവ് ശൈലിയിൽ സഗൗരവം ദൃഢപ്രതിജ്ഞ ചൊല്ലിയ സഖാവ് പിണറായി വിജയൻ രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷമാണ് ഡയസിലേക്ക് കയറിയത്. ക്യാമറ കണ്ണുകൾ കൃത്യമായി ആ ചരിത്ര മുഹൂർത്തം ഒപ്പിയെടുത്തു. കേരള രാഷ്ട്രീയത്തിൽ പരസ്പരം ഇഴുപ്പലക്കുന്നവർക്കിടയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ വെച്ച് പഴയ സഹപ്രവർത്തകർ തമ്മിൽ നടത്തിയ ഈ സ്നേഹപ്രകടനം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായി നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെ, സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാതൃകയായി എന്ന് വേണം ഇനി നമുക്ക് കരുതാൻ. Different angles. Don't forget to subscribe and support this channel.